നമ്മൾ സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ പ്രസൻസ് ആണെന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ ഒരു പ്ലേസ്. എനിക്ക് രാവിലെ എണീറ്റ ഉടനെ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും മനസ്സിലുണ്ടാവില്ല. കുറേ വിങ്കയൊക്കെ ഇങ്ങനെ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ പാഴി പോകുന്നു, കുറേയൊക്കെ അങ്ങനെ സർവൈവ് ചെയ്യുന്നു. രാവിലെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ, അന്നേരം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് രാവിലത്തെ ഈ ഒരു ചായ കുടിയുമാണ് കേട്ടോ. നമ്മൾ പൂക്കളെയും കാഴ്ചകളെയും കണ്ടൊക്കെയാണ് രാവിലെ ചായ കുടിക്കാറുള്ളത്. ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെ മിനിയേച്ചറായിരുന്നു, മിനിയേച്ചർ ഇപ്പോൾ ഒരുപാട് പാഴിപ്പോയി, അപ്പോൾ ഇപ്പോൾ വിങ്കായാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ദക്ഷുവിന് വാക്സിനേഷൻ ഉണ്ട് കേട്ടോ, 18 മാസത്തിലെ വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എണീപ്പിച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഒരു 2-3 ദിവസം പനി ഉണ്ടാവുമല്ലോ, അപ്പോൾ അന്നേരം നമുക്ക് തല കുളിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ ഒരു ചൂട് ടൈമിൽ എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവനാണെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചൂട് കുരുക്കൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് ചൂട് കൂടുതലാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ രണ്ടുപേരും കുളിച്ച് കഴിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ തവണയും ഞാനും 2 കുട്ടികളുമായിട്ടാണ് കേട്ടോ വാക്സിനേഷന് പോണത്. ഇന്ന് അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദക്ഷുവിനാണെങ്കിൽ പിന്നെ അമ്മാമ്മയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം വണ്ടി പോകണമെന്നായിപ്പോയി. അപ്പോൾ നല്ല വെയിലുണ്ട്. ഞാൻ ഹെൽമെറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ദക്ഷുവിന് ഇതുപോലൊരു ടവൽ വെച്ചിട്ട് തലയൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അംഗൻവാടിയിൽ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് തൊട്ടടുത്ത് ഇവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മളിവിടെ തരട്ട ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് വാക്സിനേഷൻ എടുക്കുന്നത്. നമ്മൾ തുണ്ടൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇഞ്ചക്ഷന് വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെയാണെന്ന് എത്തിയത്, അല്ലാന്ന് വെച്ചാൽ ഞാനൊരു 11:30 കഴിയുമ്പോഴാണ് ഇവിടെ വരാറുള്ളത്. ആഫ്റ്റർ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ദക്ഷ കുറേ നേരം സംസാരിക്കാതെ അങ്ങനെ ഇരുന്ന കേട്ടോ. സങ്കടവും എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ വിങ്ങുന്ന കണക്കാണ് പുള്ളിക്കാരനും ഇരുന്നിരുന്നത്. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മാമ്മയെ കണ്ട് സന്തോഷമായി കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു, ഗ്ലൂമി ആയിട്ടൊക്കെ ഇരുന്നിട്ട് അമ്മാമ്മയോടൊപ്പം കളിയും കാര്യമൊക്കെ തുടങ്ങി കേട്ടോ. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ നമ്മളൊന്ന് സമാധാനിപ്പിച്ചിരുത്തി കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയാണ് ഈ 3 ദിവസം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. എനിക്ക് വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പ്രഷറാണ്. കുട്ടിയെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ ആലോചനയിൽ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പ്രഷറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകി വാക്സിനേഷൻ എടുക്കാനായിട്ടിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡിസംബറോടുകൂടി നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ താമസിച്ചാണ് ഇപ്പോൾ വാക്സിനേഷൻ എടുത്തത് കേട്ടോ. അങ്ങനെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടേ. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ദക്ഷ നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ് തിരികെ വന്നത്. നമ്മൾ തിരികെ വന്ന വഴിക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷീജ ബേക്കറിയിൽ. ഇവിടുത്തെ ഹൽവ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാനൊരു ഡെയറി മിൽക്കൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഒന്ന് ഹാപ്പി ആയിട്ടുണ്ട്. പുള്ളിക്കാരന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ കളിപ്പാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലാണ് പുള്ളിക്കാരൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളത്. പിന്നെ തിരികെ വീട്ടിലെത്തി കേട്ടോ. ചെടികളെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ നോക്കും. അത് എവിടെ പോയിട്ട് വന്നാലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടാണ് വീട്ടിനുള്ളിലേക്ക് കയറാറുള്ളത്. അപ്പോൾ ദക്ഷുവിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഊരിയായിരുന്നു, നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന ടൈമിൽ ഊരിയായിരുന്നു. അപ്പോൾ വന്ന ഉടനെ ഭയങ്കര ചൂടല്ലേ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ്. അപ്പം വന്ന ഉടനെ തന്നെ അവൻ സ്വന്തമായിട്ട് കുപ്പിയുടെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കുടിച്ചു. നമ്മൾ ബേക്കറിയിൽ നിന്ന് അങ്ങനെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. ഒരുപാട് ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ നിലവിലിപ്പം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തുനിന്ന് അധികം വെള്ളം കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മളിവന് വാങ്ങിക്കൊടുക്കാറില്ല. ഇങ്ങനെ പാക്കറ്റ് ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്രകൾ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കും, അത്ര തന്നെയാണ്. അല്ലാണ്ട് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കുട്ടിയുടെ അച്ഛന് ഇതൊന്നും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, ഇങ്ങനെ ബേക്കറി പലഹാരങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കാൻ താമസിക്കില്ല കേട്ടോ. അപ്പോൾ വന്നിട്ട് ചേട്ടനോട് സന്തോഷമൊക്കെ കാണിച്ചിട്ട് കുറേ അവൻ്റെ കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ വാക്സിനേഷൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, തറയിൽ കിടക്കില്ല, ഭയങ്കര നിർബന്ധം കാര്യങ്ങളൊക്കെയാണെന്ന്. പക്ഷെ വന്നുടനെ അവൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചാടിക്കയറ്റവും കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ ഈ ഒരു വാക്സിനേഷൻ പീരീഡ് കടന്നുപോയി കേട്ടോ. അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല.
ഭയങ്കര ഓവർ ഫീവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മിനിമലായിട്ടുള്ള ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ്നെസ് കാണിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ ആ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നത്. എന്തായാലും പുള്ളിക്കാരൻ നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ് കേട്ടോ. ഇനി 5-ാം വയസ്സിലെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഇനി ടെൻഷൻ അടിക്കാമെന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയാണ്.